സംഗതികൾ സ്വന്തത്തിനു വേണ്ടിയോ വേറൊരാൾക്ക് വേണ്ടിയോ നമ്മൾ ചൊല്ലിയാൽ പിന്നെ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേറൊന്നും വേണ്ട, അത് മതിയാവും. ഏതാണ് ആ 3 കാര്യങ്ങൾ? ഒന്ന് അൽ ഇത്താഖത്തു സൂറ എന്നറിയപ്പെടുന്ന 70,000 തഹ്ലീലാണ്. അത് നമ്മൾ ഖബറിലേക്ക് പോണതിന് മുമ്പ് തന്നെ ചൊല്ലി തീർത്തേക്കണം. ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ പേരിൽ മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അങ്ങോട്ട് നേരത്തെ തന്നെ ചൊല്ലി വെച്ചേക്കണം. 70,000 തഹ്ലീലെല്ലാം വലിയ പണിയൊന്നുമില്ല. ഡെയിലി 40,000 തഹ്ലീൽ എല്ലുന്ന മഹാന്മാരുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ തസ്ബീഹ് മാലയിലെ മണികളുടെ എണ്ണം തന്നെ 2000 ആണ്. ആ 2000 ഉള്ള തസ്ബീഹ് മാല കൊണ്ട് 6 തവണ എല്ലാ ദിവസവും തസ്ബീഹ് ചൊല്ലിയിട്ട് ഓരോ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ 12,000 തവണ തസ്ബീഹ് ഡെയിലി ചൊല്ലുന്ന മഹാനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത്രയും തസ്ബീഹ് എല്ലാ ദിവസവും ചൊല്ലണത്? ഉസബ്ബിഹു ബിഖദ്രി ദംബി, എന്റെ തെറ്റ് അത്രയും ഉള്ളത് കൊണ്ട് ഞാൻ ചൊല്ലി തീർക്കുകയാണെന്ന് താഴ്മ പറയുകയാണ്. അത് ഈമാനും അമലും കൂടിയാൽ താഴ്മ കൂടും. നമുക്ക് കിബിർ വരുന്നതുകൊണ്ട് ഒറിജിനൽ ഈമാനും അമലും ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് അങ്ങനെ ഉണ്ട്. ഞാനൊക്കെ പണ്ട് SSF പ്രവർത്തിക്കുന്ന കാലത്ത് നിന്നൊക്കെ ഈ ഡയലോഗ് കേൾക്കണ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഈ സാധനത്തിന്റെ കുറവുകൊണ്ടാണ്. ആ പ്രവർത്തനം സ്വീകരിച്ചോ ഇല്ലയോ എന്ന് പേടിയാ വേണ്ടത്. എന്നിട്ടല്ലേ പറയല്. നമ്മൾ എന്തിനാ പറയണത്? താജുശ്ശേരി അലിക്കുഞ്ഞ് ഷിറിയ ഉസ്താദ് പറയുന്നുണ്ട്, നമ്മളെ നാട്ടിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എങ്ങാനും വന്നാൽ എല്ലാരും കാണാൻ പോകും. പക്ഷെ ഞാൻ പോവില്ല. എന്തുസ്താദേ, ഈ ഗസാലി ഇമാമ് ഭയങ്കര സംഭവല്ലേ. ഒരിക്കൽ ഒറിജിനൽ മുഅ്മിനെയും മുനാഫിഖിനെയും മനസ്സിലാവും കണ്ടാല്. അപ്പൊ എന്നെ കണ്ടാ തിരിയും. അതുകൊണ്ട് തന്നെ എന്നോട് നീയല്ല എന്ത് മുഅ്മിനാടാന്ന് വെച്ചിട്ട് എന്നെ ആട്ടി ഓടിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഞാൻ പോവില്ല. റസൂലുള്ളാഹിനെ പലതവണ കണ്ട മഹാന്റെ വർത്താനം കണ്ട മനസ്സിന്റെ ശുദ്ധി, ഇതിലേക്ക് നമ്മൾ എത്തേണ്ടത്. ഞാൻ അവിടെ ഉണ്ടാവുമ്പോൾ, ഞാൻ മാനേജർ ആവുമ്പോൾ, നമ്മളൊക്കെ പ്രവർത്തിക്കുമ്പോൾ, എന്ത് പ്രവർത്തിക്കുമ്പോൾ ഇതൊക്കെ സ്വീകരിച്ച അല്ലാഹു. ഇതെന്തിനാ നമ്മൾ പറയാൻ നിൽക്കണത്? ഞാനാണ് ആ 3 സെന്റ് പള്ളി കൊടുത്തത്. മിണ്ടരുത്, മിണ്ടാൻ പാടില്ല. അതൊന്നും ഇതൊക്കെ പിശാച് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അതിനൊന്നും നിൽക്കരുത്. മറിച്ച് മരണപ്പെടുന്നതിന് മുമ്പ് മരണത്തിന് തയ്യാറായി നിൽക്കുകയാണ് വേണ്ടത്. എപ്പോഴാണ് മരണം സംഭവിക്കാന്നറിയില്ല. ആ മരണത്തിന് മുമ്പ് നമ്മൾ തയ്യാറാവണം. ഒരു മഹാന്റെ അടുത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്നപ്പോൾ അസ്റായീൽ അലൈഹിസ്സലാമിനോട് മഹാൻ പറയാണ്, അല്ല അസ്റായീൽ, ഇതെന്താണ് 40 കൊല്ലായല്ല പോലെ ഞാൻ ഇന്നെ കാത്തിക്കണത്, എന്താ എന്നെ പിടിക്കാത്തത്? 40 കൊല്ലം ഞാൻ ഇന്നെ കാത്തിക്കണത്, ഞാൻ പിടിച്ചു പോട്. ഓരൊക്കെ കാത്തിരിപ്പുണ്ടോ? അങ്ങനെ കാത്തിരിക്കണം. 3 കാര്യങ്ങൾ ചെയ്തിട്ട്, സ്വന്തത്തിന് വേണ്ടിയോ വേറൊരാൾക്ക് വേണ്ടിയോ അത് ചെയ്തു വെച്ചാൽ പിന്നെ നരകത്തിൽ പ്രവേശനം ഇല്ല. 70,000 തഹ്ലീലാണ്. ഡെയിലി 12,000 തഹ്ലീൽ ചെല്ലുന്ന, തസ്ബീഹ് ചെല്ലുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും തെറ്റുണ്ട ജീവിതത്തില്? റസൂലുള്ളാഹിന്റെ ഇരിപ്പിലും കടത്തത്തിലും നടത്തത്തിലും മുന്നേറ്റത്തിലും യുദ്ധത്തിലും വിജയത്തിലും കൂടെ നടന്ന സ്വഹാബി, ഏറ്റവും കൂടുതൽ ഹദീസ് അടുത്ത തലമുറക്ക് കൊടുത്ത സ്വഹാബി, ഇൽമിന്റെ ശേഖരം, അറിവിന്റെ നിറകുടം, സൂഫി ലോകത്തെ മഹാനക്ഷത്രം, ഇതൊക്കെ ഉണ്ടായിട്ട് ഈ ദിക്റൊക്കെ ഒരു ചൊല്ലി തീർത്തില്ലേ? ദിക്ർ ചൊല്ലണം, നമ്മുടെ ജീവിതത്തിൽ വേണം. 70,000 തഹ്ലീല് ആരും അറിയാതെ അങ്ങോട്ട് ചൊല്ലി പൂർത്തിയാക്കണം. ഉമ്മ വാപ്പമാർ മരണപ്പെട്ടവരുണ്ടെങ്കിൽ ആരും അറിയാതെ, അഞ്ചനോടൊന്നും പറയേണ്ടത്. എന്റെ അനുജൻ അവിടെ ഉസ്താമാര് വന്നാൽ, ഏട്ടന് ഉപ്പാക്ക് 70,000 തഹ്ലീൽ ഇന്നലെ പൂർത്തിയാക്കിയിട്ടേ ഇല്ലൂ. അപ്പൊ ഏട്ടൻ അതെ അതെ, എന്തിന്റെ ആവശ്യമാണ്? ഇതാർക്ക് വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചൊല്ലി തീർക്കണത്? ആരും അറിയണ്ട. ആരും അറിയാതെ ഒരു 70,000 തഹ്ലീൽ. നമ്മളെ ഇബാദത്തിൽ ചിലത് അങ്ങനെ വേണം. ആരും അറിയാത്ത ഇബാദത്ത് വേണം. അതുകൊണ്ടല്ലേ ചില മഹാന്മാര് അള്ളാന്റെ അടുത്ത് പറയുന്നുണ്ട്,
അല്ലാഹുവേ, നന്മ എഴുതുന്ന മലക്കിനെ എന്തിനാണ് വെച്ചേക്കുന്നത്? തിന്മ ഏതായാലും എനിക്കില്ല, നന്മ എഴുതുന്ന മലക്കിന ഓ റബ്ബേ നീ എന്തിനാണ് സംവിധാനിച്ചത്? ഞാൻ ചെയ്യുന്ന നന്മ നീ മാത്രം അറിയലാണ് എൻ്റെ ഇഷ്ടം. ആ മലക്കുകൾ എഴുതി വെക്കുമ്പോ അവര് കൂടി അറിയുമല്ലോ. അതാണ് എൻ്റെ ടെൻഷൻ. അതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അൽ മുഖ്ലിസു മൻ യക്തുമു ഹസനാതിഹി കമാ യക്തുമു സയ്യിആതിഹി. തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചാൽ മറച്ചു വെക്കുന്നത് പോലെ ചെയ്ത നന്മയും മറച്ചു വെക്കുന്നവരാണ് യഥാർത്ഥ മുഖ്ലിസ് എന്ന് അൽ മൻഹജുസ് സവി എന്ന ഗ്രന്ഥത്തിൽ കാണാം. അല്ലാതെ നമുക്ക് കിട്ടിയ ഒരു സാധനം, ഒരു മൊമെന്റോ ആറ്റം കിട്ടി, പ്രളയത്തിനായിട്ട് വൃത്തിയാക്കിയാൻ പോയാലോ അത് സ്റ്റാറ്റസ്, എന്നിട്ട് അടിയിൽ അടിക്കുറിപ്പും അർഹതക്കുള്ള അംഗീകാരം. എന്തർഹത നമുക്കുള്ള അതിന്? എങ്ങനെയാ നമുക്ക് അത് തോന്നണത്? അൽ മുഖ്ലിസു മൻ യക്തുമു ഹസനാതിഹി കമാ യക്തുമു സയ്യിആതിഹി. ഒരു ഹറാം നമ്മളിൽ നിന്ന് സംഭവിച്ചാൽ അത് മറച്ചു വെക്കുന്നത് പോലെ നന്മയും മറച്ചു വെക്കണേ എന്ന് മഹാന്മാർ. അതുകൊണ്ട് ആരും അറിയാത്തൊരു 70,000 തഹ്ലീൽ അത് വേണം നമുക്ക്. നിങ്ങൾ കണ്ടില്ലേ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എങ്ങനെ സ്വലാത്ത് കണ്ടുപിടിച്ചിട്ടില്ലേ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളോട് ചോദിക്കുകയാണ്, അല്ല ബിലാലെ, ഞാൻ ഇന്നലെ സ്വർഗത്തിലെത്തിയപ്പോൾ നബിമാരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ വഹ്യായിരിക്കുമല്ലോ. ലാ തുൻകിരിൽ വഹ്യ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമി. അവരുടെ ഖൽബ് എപ്പോഴും ലൈവിലുണ്ടാവും, കണ്ണുറങ്ങിയാൽ. അതുകൊണ്ടാണ് നബിമാരുറങ്ങിയാൽ വുളു മുറിയാത്തത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് മാത്രമല്ല, ഒരു നബിയുടെയും വുളു മുറിയൂല ഉറങ്ങിയാൽ. കാരണം അവരുടെ ഖൽബ് ലൈവിലുണ്ടാവും എപ്പോഴും. അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി നിന്നെ സ്വർഗത്തിലായിട്ട് കണ്ടല്ലോ ബിലാലെ, നീ എങ്ങനെയാ സ്വർഗത്തിൽ വേഗത്തിയത്? നബി അതിന് മാത്രം എനിക്കൊന്നും. ഞാനേ എപ്പം വുളു മുറിഞ്ഞാലും വുളു എടുക്കും, എപ്പോൾ വുളു എടുത്താലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. എന്നാ തന്നെ ഇരിക്കും. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ബുഖാരിയുടെ ശർഹിൽ ഇബ്നുൽ ബത്താൽ തങ്ങൾ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടക്കുന്ന സ്വഹാബിയാണ്. ആ സ്വഹാബി തങ്ങൾ പോലും അറിയാത്തൊരു ഇബാത്ത് ചിപ്പിക്കകത്ത ഉള്ളിലെ മുത്തുമതിരി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. തങ്ങൾ പോലും അറിയാത്ത ഇബാത്ത്. അങ്ങനത്തെ ഇബാത്ത് നമുക്ക് വേണം. ആരും അറിയാത്ത, ഭാര്യ അറിയാത്ത, ഭർത്താവ് അറിയാത്ത, ആരും അറിയാത്ത ഒരു ഇബാത്ത് നമുക്ക് വേണം. ആരും അറിയാത്ത, ഒരാളും അറിയേണ്ടത്. ഇബ്ലീസ് ഇങ്ങനെ നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കാൻ ശ്രമിക്കും. മിണ്ടരുത്, ഒരാളോട് പറയരുത്. ആരും അറിയാണ്ട് പള്ളിയിലേക്ക് ഒരു മുസല്ല ഉണ്ടേക്കും, ആരും അറിയാണ്ട് പള്ളിയിൽ ഒരു മുസഫ് വഖഫ് ചെയ്യും. ഒരാളും അറിയണ്ട, ആർക്കും അറിയില്ലല്ലോ അതാരെ കൊണ്ടുവച്ചു. അതിൽ നിന്ന് ഓതുന്ന കാലത്തോളം, ആ മുസല്ലയിന് നിസ്കരിക്കുന്ന കാലത്തോളം, റമദാൻ വരുമ്പോ ആരും അറിയാണ്ട് കുറച്ച് ഈത്തപ്പഴം പള്ളിയിൽ ഇഫ്താറിന്, ആരും അറിയണ്ട. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ രഹസ്യ ഇബാദത്തുകൾ കുറെ ചെയ്തു വെക്കണം. അതിലൊന്നാണ് 70,000 തഹ്ലീൽ. അത് നമ്മുടെ ഉമ്മക്ക് വാപ്പക്ക് വേണ്ടി ചെയ്തു വെക്കണം, നമുക്ക് വേണ്ടി നമ്മൾ ചൊല്ലി തീർക്കണം. 3 ഇബാദത്തിൽ രണ്ടാമത്തത് അൽ ഇതാഖത്തുൽ കുബ്റാ. നരകത്തിലേക്ക് പോവാതിരിക്കാൻ സ്വന്തമായോ മറ്റുള്ളവരോ ചെയ്തു വെച്ചാൽ രക്ഷപ്പെടുന്ന ഒരു അമലാണ് രണ്ടാമത്തത്. 1,00,000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യൽ. അതും എത്ര എളുപ്പാ ശരിക്ക്. സൂറത്തുൽ ഇഖ്ലാസിന് ഒരു പേര് തന്നെ ഉണ്ട്, സൂറത്തുൽ വിലായ. എന്താണ് സൂറത്തുൽ വിലായ എന്ന സൂറത്തുൽ ഇഖ്ലാസിന് പേര് വരാനുള്ള കാരണം? അള്ളാന്റെ ഔലിയാക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്താൻ ഈ സൂറത്ത് കാരണമാകുന്നു. ഈ സൂറത്ത് കുറെ ഓതുമ്പോ ഈ ഗ്രൂപ്പിലേക്ക് അള്ളാഹു ആഡ് ചെയ്യും, ഔലിയാക്കളുടെ ലിസ്റ്റിൽ അള്ളാഹു ഉൾപ്പെടുത്തും.
തൗഹീദിന്റെ ഏറ്റവും വലിയ ആശയം പറയുന്ന സൂറത്താണ്. അള്ളാഹുവിനെ പുകഴ്ത്തുമ്പോൾ അള്ളാഹ്ക്ക് അത് വലിയ ഇഷ്ടമാകുന്നു. ഇന്നല്ലാഹ യുഹിബ്ബു അയ്ഹ്മദ അലൈഹി, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണത്. അവ്വലുമാ യുദ്അഊന ഫിൽ ജന്നതി അൽ ഹമ്മാദൂന ഫിസ് സറാഇ വൽ ളറാ, സ്തുതികൾ അൽഹംദുലില്ലാഹ് പറയുന്നവരെയും അള്ളാഹുവിനെ പുകഴ്ത്തുന്നവരെയും അഥവാ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറയുന്നവരെയും അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹിന്റെ വിശേഷണങ്ങൾ കൂടുതലായി പറയുന്ന, അതും വലിയ ആശയം പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഈ സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ 1,00,000 തവണ നമുക്ക് വേണ്ടിയോ വേറൊരാൾക്ക് വേണ്ടിയോ ഓതി തീർത്താൽ പിന്നെ നരകില്ല. അൽ ഇതാഖത്തുൽ കുബ്ര, ജൗഹറത്തുൽ തൗഹീദിന്റെ വ്യാഖ്യാനം തുഹ്ഫത്തുൽ മുരീദിൽ ഹദീസ് ധരിച്ച് വിശദീകരിക്കുന്നത് കാണാം. അൽ ഇതാഖത്തുൽ കുബ്ര. ഈ 1,00,000 ഇഖ്ലാസ് ഓതാൻ എന്താ പണി? ഓരോ ദിവസം ഒരു 100 തവണ ചൊല്ലി, വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ അറഫൊക്കെ വരുമ്പോൾ 1000 ചൊല്ലി, അങ്ങനെ അങ്ങനെ തീർക്കാലോ നമുക്ക്. അതൊന്നും ആരും അറിയാതെ, സ്റ്റാറ്റസിൽ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൈപൊക്കാതെ, ആരും അറിയണ്ട, നമ്മൾ അറിഞ്ഞാൽ മതി. അത് ചൊല്ലി തീർക്കോതി തീർക്കുക. ഇഖ്ലാസ് സൂറത്തിന് വലിയ പവറാണ്. കൂടുതൽ തവണ ഇഖ്ലാസ് സൂറത്ത് ഓതുന്ന ആൾ പരലോകത്തെത്തിയാൽ അല്ലാഹ് പറയും, ഇത് എന്നെ പുകഴ്ത്തിയ ആളാണല്ലോ വരുന്നത്, വിചാരണ വേണ്ട, സ്വർഗത്തിൽ കയറിക്കൊള്ളി. കണ്ടോ, സൂറത്തുൽ ഇഖ്ലാസിനെ നമ്മൾ കൂടുതലായി ഇഷ്ടപ്പെടണം. ഒരു സ്വഹാബിയെ കുറിച്ച് പരാതി, നബിയെ മൂപ്പര് എപ്പോഴും ഇമാമെന്ന സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന എക്സ്ട്രാ. ഇവരെ വിളിച്ചിട്ട് തങ്ങൾ ചോദിച്ച്, എന്താ എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ തങ്ങളോട് ഈ സ്വഹാബി, നബിയെ എനിക്ക് അതിനെ ഭയങ്കര ഇഷ്ടമാണ്, ഇഖ്ലാസ് സൂറത്ത് അങ്ങ് ഓതാതിരിക്കാൻ പറ്റൂല, അത്ര ഇഷ്ടമാണ്. തങ്ങൾ തിരിച്ച്, മോനെ നിനക്ക് അതിനോടുള്ള ഇഷ്ടമുണ്ടല്ല, നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നല്ല, എത്തിച്ചു. നീ എത്തി, സ്വർഗത്തിലെത്തി. കാരണം സൂറത്തുൽ ഇഖ്ലാസിനെ വല്ലാതെ ഇഷ്ടമാണല്ലോ. മുഅ്മിനീങ്ങളെ ചെറിയ സൂറത്തല്ലേ. മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് തബൂക്കിലാണ് ഉള്ളത്. തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ തങ്ങൾ ഇമാമത്ത് നിൽക്കണം, മദീനയിൽ ഒരു സ്വഹാബി വഫാത്തായിട്ടുണ്ട്. എന്താ ജിബ്രീലേ? ഒരു മഴ പെയ്യണ പോലെ ആകാശമൊക്കെ ഒരു തെളിച്ചില്ലാത്ത, അത് 70,000 മലക്കൾ ഇറങ്ങിയിട്ടുണ്ട് നബി ആ സ്വഹാബിയുടെ ജനാസ സംസ്കാരത്തിന്. അപ്പൊ മലക്കളുടെ ചിറക് തട്ടിയത് കൊണ്ട് പ്രകാശം താഴേക്ക് എത്താത്തതാ. ഓഹോ, എന്താ ഞാൻ ഇമാമത്ത് നിൽക്കാനും 70,000 സ്വഹാബ് 70,000 മലക്കള് ജനാസംസ്കാരത്തിന് പങ്കെടുക്കാൻ മാത്രമൊക്കെ ഈ സ്വഹാബിന്റെ ക്വാളിറ്റി എന്താന്ന് വെച്ച്, അതെന്താന്ന് വെച്ചാല് അദ്ദുറുൽ മൻസൂറിൽ കാണാം, കാന യഖറഉ സൂറത്തുൽ ഇഖ്ലാസി ഖായിമൻ വഖായിദ. മൂപ്പരി ഇരുത്തത്തിലും നൃത്തത്തിലൊക്കെ ഖുൽഹുവല്ലാഹിന്റെ ആളാണ്. നമ്മളൊക്കെ ഖുൽഹുവല്ലാഹിന്റെ ആളാണ്, നമ്മളൊക്കെ ഖുൽഹുവല്ലാഹിന്റെ ആളാവണം എങ്കിൽ മലക്കളുടെ ആശീർവാദം. അബൂദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ നബി തങ്ങൾ ജിബ്രീൽ വന്നപ്പോ പറഞ്ഞു കൊടുത്തു, ഇത് അബൂദർദാ നമ്മളെ നാട്ടിലൊക്കെ മൂപ്പര് ആകാശത്തൊക്കെ അറിയപ്പെട്ടുള്ള, പിന്നെ എങ്ങനെ മൂപ്പര് ഇഖ്ലാസ് സൂറത്തിന്റെ ആളല്ലേ. ഈ ഇഖ്ലാസ് സൂറത്തിന്റെ ആൾക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട്, മലക്കൾ ഓരെ ഏറ്റെടുക്കും. സൂറത്തുൽ ഇഖ്ലാസിന് എന്തുമാത്രം പവർ ഉണ്ട്. ഒരാള് വീട്ടിക്ക് കേറുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ആ വീട്ടുകാർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. അത്രയും പവറുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൂറത്തുൽ ഇഖ്ലാസ് ആരും അറിയാതെ 1,00,000 തവണ ഓതി തീർക്കണം. റമദാനൊക്കെയാണ് വരുന്നത്, എന്തെങ്കിലുമൊക്കെ കരുതിവെപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണേ. സ്വഹാബത്തിന് കുറെ പോരാട്ടത്തിന്റെ കഥയുണ്ട്, ഇമാമിങ്ങൾക്ക് കുറെ കിതാബുകളുണ്ട്, സൂഫിയാക്കൾക്ക് ഒരുപാട് നിസ്കാരത്തിന്റെ കഥ പറയാനുണ്ട്, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് ഒരുപാട് അനുയായികളുണ്ട്.
നമ്മുടെ കയ്യിൽ വലാ അഅദ്ദത് മിനൽ ഫിഅലിൽ ജമീലി ഖിറാ ലൈഫിൻ ലമ്മ ബിർസി ഗൈറ മുഹ്തശമി മൗലായ സ്വല്ലി വസല്ലം. ആ മഹാന്മാരുടെ കയ്യിലൊക്കെ വഫാത്താകുമ്പോഴേക്ക് ഓരോ കയ്യിൽ ബണ്ടിൽ അമലുകളുണ്ട്. അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ മകള് കരയുന്ന കണ്ട് മകളോട് പറഞ്ഞല്ലോ, മോളെന്തിനാ കരയുന്നത്? വാപ്പ ഈ റൂമിൽ നിന്ന് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ റൂമിൽ നിന്ന് മാത്രം വാപ്പ 18,000 ഖത്മുകൾ ഓതി തീർത്തിട്ടുണ്ട്. ഓരോ റമദാൻ കഴിയുമ്പോ 60 ഖത്മ് ഓതി തീർക്കുന്ന ആളാണ് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അമലുണ്ടോ കൂട്ടുകാരെ? ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് ജനാസ കട്ടിൽ കിടത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താണ്? തല മുതൽ കാല് വരെയുള്ള ശരീരത്തിന്റെ ഭാഗത്ത് ഒരു ചാണ് കൈവക്കാൻ ഒരു നല്ല സ്ഥലമില്ല. തല മുതൽ കാല് വരെ മുഴുവൻ ഇടങ്ങളിലും മുറിവുകളാണ്. കുന്തം കൊണ്ടുള്ള കുത്ത്, വാളുകൊണ്ടുള്ള വെട്ട്, അമ്പ് കൊണ്ടുള്ള മുറിവ് എല്ലായിടത്തും ഉണ്ട്. ഒരു സ്ഥലം പോലും നല്ലൊരു അവയവം, മുറിവേൽക്കാത്ത അവയവം എന്ന് പറയാനില്ല. അൽ-ഇസ്തിആബ് എന്ന ഗ്രന്ഥത്തിൽ ഹാഫിള് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, അവരെ കയ്യിലൊക്കെ സ്വർഗത്തിലേക്ക് പോവാൻ അസറ്റുണ്ട്, കരുതിവെപ്പ് സ്വത്തുണ്ട്. 12,000 തസ്ബീഹ് എല്ലാ ദിവസവും ചൊല്ലിയിട്ട് എപ്പം വുളു മുറിഞ്ഞാലും വുളു എടുത്ത് എപ്പോ വുളു എടുത്താലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് കൈമാറിയ മഹാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്ന ചോദ്യത്തിന് മഹാന്റെ മറുപടി, സഫരീ ത്വീലുൻ വസാദി ഖലീൽ, യാത്ര നീണ്ടതാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇതൊക്കെ ചെയ്തിട്ടും അവരങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഇബാദത്ത്, ആരും അറിയാതൊരു ഇബാദത്ത്, അള്ളയും നമ്മളും മാത്രം അറിയുന്ന ഇബാദത്ത് വേണ്ടേ? അതിന് 1,00,000 ഇഖ്ലാസ് സൂറത്ത് ആരും അറിയാതെ ഈ റമദാൻ അങ്ങ് തീരുമ്പോഴേക്ക് ഓതി തീർക്കാൻ നമുക്ക് പറ്റണം. അത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്താലോ വേറൊരാൾക്ക് വേണ്ടി ചെയ്താലോ അവർക്ക് നരകമില്ലെന്നാണ് ഈ ഹദീസ് നമ്മോട് ബോധ്യപ്പെടുത്തുന്നത്. മൂന്നാമത്തെ നന്മ ഏതാണ്? അത് വെരി സിമ്പിളാണ്. സുബ്ഹാനല്ലാഹിൽ അലീമി വബിഹംദിഹി എന്ന ദിക്ർ 1000 തവണ ചൊല്ലിയാൽ പിന്നെ നരകത്തിൽ പോവില്ല. ഇതൊരു 2-3 ദിവസം കൊണ്ട് നമുക്ക് ചൊല്ലാം. സുബ്ഹാനല്ലാഹിൽ അലീമി വബിഹംദിഹി. ഈ ദിക്ർ ചൊല്ലിയാലുള്ള മെച്ചം എന്താണ്? ഈ ദിക്ർ ഒന്ന് ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മരം നമുക്ക് വേണ്ടി വെച്ച് പിടിപ്പിക്കുന്നു. രണ്ടാമതൊന്ന് ചൊല്ലിയാലോ മിർഖാത്തുൽ മഫാത്തിഹിൽ കാണാം, രണ്ടാമതൊന്ന് വെച്ച് പിടിപ്പിക്കുന്നു. 3 തവണ ചൊല്ലിയാൽ 3-ാമത്തെ മരം, 4ആണെങ്കിൽ 4-ാമത്തത്. മലക്കുകൾ ഇങ്ങനെ ഓരോ മരം വെച്ച് പിടിപ്പിക്കുമ്പോ പെട്ടെന്ന് മലക്കുകൾ പണി നിർത്തും. അപ്പൊ ബാക്കിയുള്ളവര് ചോദിക്കും, നിങ്ങൾ എന്തേ പണി നിർത്തിയത്? അപ്പൊ മലക്കുകൾ പറയാണ്, ചൊല്ലുന്ന ആൾക്ക് മടുപ്പ് വന്നു, അതുകൊണ്ട് നമ്മൾ പണി നിർത്തി. നമ്മൾ എന്നാണോ ഇത് ചൊല്ലുന്ന നിർത്തുന്നത്, അപ്പൊ മലക്കുകൾ ആ പണി നിർത്തും. സ്വർഗത്തിലെ ഒരു മരം എന്ന് പറഞ്ഞാൽ 100 കൊല്ലം അതിന്റെ തണലിൽ സഞ്ചരിച്ചാലും ആ മരം തീരൂലെന്നല്ലേ ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത്.
സ്വർഗത്തിൽ ഒരു മരം കിട്ടും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഒന്നാമത്തെ അർത്ഥം ഈമാനോടെ മരിക്കും, രണ്ടാമത്തെ അർത്ഥം സ്വർഗത്തിലെത്തും. അല്ലാതെ നരകത്തിൽ കടത്തിയിട്ട് മരത്തിന്റെ പാട്ടത്തിന്റെ പൈസ കൊടുത്തേക്കലല്ല, പിന്നെ സ്വർഗത്തിലെത്തല് തന്നെ. ഇത് വിശദീകരിച്ച് ഹിഫ്ളുൽ ഉംറ എന്ന ഗ്രന്ഥത്തിൽ ഹാഫിള് ഇബ്നുൽ ജൗസി തങ്ങൾ ചോദിക്കുന്നു, ഇത്രയും സിമ്പിളായ ഒരു ഇബാദത്ത് നമുക്കുണ്ടായിട്ടെന്തേ നമ്മൾ സമയം കളയുന്നത്? വേറാളെ സ്റ്റാറ്റസ് വരുതൽ, നമ്മളെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കീനെ നോക്കൽ, ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഒരു സുബ്ഹാനല്ലാഹിൽ അദീമി വബിഹംദിഹി എന്ന ദിക്ർ എത്ര തവണക്ക് നമുക്ക് ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലണം. ഈ 3 ഇബാദത്ത് ആരും അറിയാതെ നമുക്ക് വേണ്ടി ചൊല്ലി തീർക്കണം. ഈ സദസ്സ് അതിനൊരു കാരണമാക്കണേ റഹ്മാനേ. ഇതാണ് മാതാപിതാക്കളുടെ പൊരുത്തം എന്ന് പറയുന്നതിന്റെ 4 കാര്യം. അവർ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി രാത്രി മഗ്‌രിബിന് ശേഷം 11 ഇഖ്ലാസ് സൂറത്ത് ഓതുന്നത് അവരുടെ ഖബറിന് വലിയ വെളിച്ചമാണ്. അത് വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു നമ്മളെ മക്കളെ ഒക്കെ ആ തരത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മക്കളാക്കട്ടെ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളുടെ മക്കൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതിയിൽ ജീവിതം ക്രമീകരിക്കണം. ഈ ആയത്തിനെ വിശദീകരിച്ച് ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെയും നിങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ മക്കൾക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഏത് കാലത്തും സർക്കിളിൽ SYSന്റെ മുസ്ലിം ജമാഅത്തിന്റെ ആദർശ ക്യാമ്പ് ഇങ്ങനെ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്നത്. സുന്നത്ത് ജമാഅത്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം.